ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. അതായത് നമുക്കൊന്ന് ചലഞ്ച് ചെയ്താലോ. നമ്മൾ എത്ര ആലോചിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് തഹജ്ജുദിന് എഴുന്നേൽക്കണം എന്നൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് എഴുന്നേൽക്കാൻ മടിയാണ്. ആ ഒരു സമയം അലാം അടിക്കുന്ന സമയത്താണെങ്കിലൊക്കെ മടിയാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി നല്ല ഇപ്പം ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു വിധി കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തഹജ്ജുദ് സമയം നമുക്ക് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാണ്. അങ്ങനെയില്ല, നമുക്കിതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാം, എനിക്കൊണ്ട് പറ്റും എന്നുള്ള ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി മഗ്‌രിബിനും ഇശാഇനും ഇടയിലായിട്ട് എന്ത് ചെയ്യുക, ഫുഡ് കഴിക്കുക. കാരണം നമ്മൾ ഫുഡ് കഴിക്കാൻ വൈകുന്നിടത്തോളം നമ്മുടെ ആ ഒരു ക്ഷീണം കൂടിയിട്ട് ആയിരിക്കും നമ്മൾ കിടന്നിട്ടുണ്ടാവുക. അപ്പോൾ ഫുഡ് നേരത്തെ കഴിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ കിടക്കുന്ന സമയത്ത്, നമ്മൾ കിടക്കാൻ നിൽക്കുന്ന സമയത്ത്, ഉറങ്ങാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ തഹജ്ജുദിന് നാളെ എഴുന്നേൽക്കണമെന്നുള്ള ശക്തമായിട്ട് എന്ത് ചെയ്യുക, ആഗ്രഹം മനസ്സിൽ കൂടെ അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അതായത് ശക്തമായിട്ട് ആഗ്രഹിക്കുക. നമുക്ക് ആഗ്രഹം ഉള്ളത് കൊണ്ടാണല്ലോ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ ശക്തമായിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് ആഗ്രഹമുണ്ടല്ലോ ഓൾറെഡി. പിന്നെ ഒരു 10-11 മണിക്ക് മുമ്പായിട്ട് തന്നെ കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു 11 മണിക്ക് മുമ്പായിട്ട് തന്നെ കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഉറക്കം കിടക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പെങ്കിലും എന്ത് ചെയ്യുക, മൊബൈലിൻ്റെ ഉപയോഗം മാറ്റിവെക്കുക. മൊബൈൽ മാറ്റിവെക്കുക. അത്രയും നേരത്തെ, അതായത് കിടക്കുന്നതിന് ഒരു 1.5 മണിക്കൂർ മുമ്പോളം എന്ത് ചെയ്യുക, മൊബൈലിൻ്റെ യൂസേജ് മൊബൈൽ മാറ്റിവെക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം വുളു എടുത്ത് കിടക്കുക എന്നുള്ളതാണ്. വുളു എടുത്ത് കിടക്കുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം തീർച്ചയായിട്ടും തഹജ്ജുദിന് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ആ ഒരു സമയം ചൊല്ലിയും പറഞ്ഞൊക്കെ കിടക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. കാണാം. അസ്സലാമു അലൈക്കും.